ഹായ് ക്രിയേറ്റേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ചെയ്യുന്നത്. കാരണം യൂട്യൂബിൽ ലേറ്റസ്റ്റ് ആയിട്ട് നല്ലൊരു കിടിലൻ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ പറയാറുണ്ട്, എനിക്ക് കമൻറ്റ് വരുന്നുണ്ട്, ലൈക്ക് വരുന്നുണ്ട്, പക്ഷേ സബ് വരുന്നില്ല എന്നുള്ളത്. അതുപോലെ വ്യൂസ് വരുന്നില്ല, ചാനലിൽ എൻഗേജ്മെൻറ്റ് കൂടുന്നില്ല, സോ ചാനൽ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. ഇതിനൊക്കെ പരിഹാരമായിട്ട് യൂട്യൂബിൽ കിടിലനൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഒരുപാട് മെറിറ്റ് ഈ ഒരു അപ്ഡേറ്റ് കൊണ്ട് നമ്മുടെ ചാനലിനുണ്ട്. പല മെറിറ്റും ഉണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു അപ്ഡേറ്റ് നമ്മുടെ വ്യൂവേഴ്സിന് ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ ചാനൽ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നമുക്കറിയാം, നമ്മുടെ ചാനലിൽ കമൻറ്റ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട, നമുക്ക് ലൈക്ക് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട, ഇല്ല നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട, ഇതൊന്നും അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഈ ഒരു അപ്ഡേറ്റ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വ്യൂവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് നെഗറ്റീവ് അടിക്കുന്നവരായിക്കോട്ടെ, പോസിറ്റീവായിട്ടുള്ള കമൻറ്റോ അല്ലെങ്കിൽ പോസ്റ്റുകളോ എന്തോ ആയിക്കോട്ടെ, പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ആണെങ്കിൽ കൂടെയും ഈ ഒരു അപ്ഡേറ്റ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതാണ് ഇതിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള പോയിന്റ്. ഇതല്ലാതെയും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ ചാനലിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മളാണ് അതിൽ പോസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ വ്യൂവേഴ്സിന് അത് പറ്റുമായിരുന്നില്ല. അപ്പോൾ നമ്മൾ അതിലൂടെ നമ്മുടെ ഫോട്ടോസുകൾ ഷെയർ ചെയ്യാറുണ്ട്. അതല്ലാതെ നമ്മൾ പോളുകൾ രേഖപ്പെടുത്താറുണ്ട്, വോട്ടിങ്ങുകൾ, ക്യൂസുകൾ നമുക്ക് ആഡ് ചെയ്യാം, അങ്ങനെ ഒരുപാട് ലിങ്കുകൾ ഷെയർ ചെയ്യാം, അതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അത് ആർക്കാണ് ചെയ്യാൻ കഴിയുക? എൻ്റെ കമ്മ്യൂണിറ്റി ടാബിൻ്റെ പോസ്റ്റിൽ എനിക്ക് മാത്രമേ കഴിയുള്ളൂ. നിങ്ങളുടെ കമ്മ്യൂണിറ്റി ടാബിലെ ആ ഒരു പോസ്റ്റുകൾ നിങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ ഇനി മുതൽ നമ്മുടെ വ്യൂവേഴ്സിനും അത് പറ്റും. നിങ്ങളുടെ കമ്മ്യൂണിറ്റി ടാബിലെ പോസ്റ്റിൽ നിങ്ങളുടെ വ്യൂവേഴ്സിന് വന്നിട്ട് രേഖപ്പെടുത്താം, പോസ്റ്റുകൾ തയ്യാറാക്കാം എന്നുള്ളത്. എൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ വന്നിട്ട് നിങ്ങൾക്ക് വന്നിട്ട് പോസ്റ്റുകൾ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ, എന്നോട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ വന്ന് രേഖപ്പെടുത്താം. പക്ഷേ എൻ്റെ ചാനൽ നിങ്ങൾ സബ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരാൾ വന്നിട്ട് നെഗറ്റീവ് അടിക്കുന്നവരായിക്കോട്ടെ, നിങ്ങളെ ചീത്ത വിളിക്കുന്നവരായിക്കോട്ടെ, അത് വന്ന് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ അവർ സബ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ് എന്നുള്ളത്. കാരണം നിങ്ങളുടെ ചാനൽ സബ് ചെയ്യാതെയും അതൊന്നും ചെയ്യാതെയും നിങ്ങളെ ഒരുപാട് നെഗറ്റീവ് അടിക്കുന്നവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യം പറയുന്നവരാണെങ്കിലും ഈ ഒരു പോസ്റ്റ് രേഖപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള മെറിറ്റ് എന്നുള്ളത്. അപ്പോൾ അപ്ഡേറ്റ് എന്താണ്? നമ്മുടെ ചാനലിലെ കമ്മ്യൂണിറ്റി സെക്ഷൻ ഇനി മറ്റുള്ളവർക്കും നമ്മുടെ വ്യൂവേഴ്സിനും വന്നിട്ട് അതിൽ പോസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് അപ്ഡേറ്റ്. അപ്പോൾ ഇതെങ്ങനെ എനേബിൾ ചെയ്യാം, അതുപോലെ ഇതെങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം, അതുപോലെ നെഗറ്റീവ് നമുക്ക് വല്ലാതെ കൂടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ശരിയല്ലാത്ത രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെ അവരെ ഹൈഡ് ചെയ്യാം, റിമൂവ് ചെയ്യാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷനിൽ ജസ്റ്റ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെറിറ്റ് പറഞ്ഞതാണ്. ഇതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചാനലിൻ്റെ നമ്മുടെ ഓഡിയൻസുമായിട്ടൊരു ഇൻട്രാക്ഷൻ നടത്താൻ പറ്റുന്നൊരു അപ്ഡേറ്റ് ആണെന്ന് പറയാം. അതായത് നമുക്ക് കമൻറ്റ് സെക്ഷനിലൂടെ അല്ലാതെ ഡയറക്റ്റ്, ഇപ്പം നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ആവശ്യമാണ്, ഒരു സർവീസ് ആവശ്യമാണെങ്കിൽ എൻ്റെ ഈ ഒരു കമ്മ്യൂണിറ്റി ടാബിൽ വന്നിട്ട് എൻ്റെ ചാനലിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, എന്നെ ഒന്ന് സഹായിക്കൂ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ അത് നമ്മുടെ ഓഡിയൻസുമായിട്ടൊരു ഇൻട്രാക്ഷൻ നടത്താൻ പറ്റുന്ന, പെട്ടെന്ന് ഹൈലൈറ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു ഓപ്ഷനാണെന്ന് പറയാം. പക്ഷേ അതൊക്കെ ശരിയായിട്ടുള്ള രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്. അതല്ലെങ്കിൽ നമ്മളിത് ശരിയല്ലാത്ത രീതിയിൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ആ ഒരു ചാനലിൻ്റെ ഓണർക്ക് നമ്മളെ ഹൈഡ് ചെയ്യാനും അതുപോലെ നമ്മൾ റിമൂവ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. അത് ജസ്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് എനേബിൾ ചെയ്യാം, അതുപോലെ ഇതെങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഇതെങ്ങനെയാണ് റൺ ആകുന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അതുപോലെ കമ്മ്യൂണിറ്റി സെക്ഷനിലൊക്കെ, എൻ്റെ കമ്മ്യൂണിറ്റി സെക്ഷനിൽ നിങ്ങൾക്ക് വന്നിട്ട് പോസ്റ്റുകളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് മിനിമം 1 day ആയിട്ടുണ്ടായിരിക്കണം, അതല്ലെങ്കിൽ 7 ദിവസം. ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഒരു അപ്ഡേറ്റുമായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക, ചാനൽ സബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് എനേബിൾ ചെയ്യുന്നതിനായി നമ്മൾ യൂട്യൂബ് ആപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ റൈറ്റ് സൈഡിൽ താഴെ ഇതുപോലെ യു എന്നുള്ള ചാനലിൻ്റെ ഐക്കൺ കാണാം. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ വ്യൂ ചാനൽ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ നമുക്ക് ഇതുപോലെ പെൻസിൽ ബട്ടൺ കാണാൻ കഴിയും. ആ ഒരു എഡിറ്റ് പെൻസിൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ നെയിം ഹാൻഡിൽ എന്നുള്ളതിൻ്റെ താഴെ നമുക്ക് മൈ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഓപ്ഷൻ കാണാം. അത് എനേബിൾ ആക്കി കൊടുക്കുക. ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് എനേബിൾ ആക്കുക. ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൈ കമ്മ്യൂണിറ്റിയുടെ ആ ഒരു അപ്ഡേറ്റ് എനേബിൾ ചെയ്യേണ്ട ഓപ്ഷൻ. ഇത് എനേബിൾ ആക്കിയ ശേഷം വീണ്ടും നമ്മൾ പിറകിലേക്ക് നമ്മുടെ ചാനലിലേക്ക് വരിക. അപ്പോൾ അവിടെ കമ്മ്യൂണിറ്റി ആ ഒരു സെക്ഷനിലേക്ക് വരിക. അപ്പോൾ അവിടെ നമുക്ക് വിസിറ്റ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, പുതിയൊരു ഓപ്ഷൻ തന്നെ വന്നിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഒരു വെൽക്കം പോസ്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വെൽക്കം പോസ്റ്റ് റൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി സെക്ഷനിലേക്ക് വരുന്നവർക്ക് കാണാൻ വേണ്ടിയിട്ട് നമുക്കൊരു വെൽക്കം പോസ്റ്റ് തയ്യാറാക്കി വെക്കാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് വളരെ വേഗത്തിലൊന്ന് ടൈപ്പ് ചെയ്ത് വെക്കാം. അപ്പോൾ ജസ്റ്റ് ഓക്കെ. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു വെൽക്കം പോസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ ചാനലിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ നിങ്ങളും ഇതുപോലെ ഒരു വെൽക്കം പോസ്റ്റ് സെറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ അത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഒരു പോസ്റ്റ് അവിടെ പോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ തൊട്ട് മുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും കമ്മ്യൂണിറ്റി സെറ്റിങ്സ് എന്നുള്ളത്. ഇപ്പം ഞാനാണ് എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്തത്. ഇനി കമ്മ്യൂണിറ്റി സെറ്റിങ്സിൽ എടുത്തിട്ട് നമ്മുടെ വ്യൂവേഴ്സിനും ഇവിടെ പോസ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് കമ്മ്യൂണിറ്റി സെറ്റിങ്സ് എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കാണുന്നുണ്ട് വ്യൂവേഴ്സ് പോസ്റ്റ്, അതെ, ആ വ്യൂവർ പോസ്റ്റ് എന്നുള്ളത്. ആ ഒരു വ്യൂവർ പോസ്റ്റ് എന്നുള്ളത് ഓഫ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വ്യൂവേഴ്സിന് ഇവിടെ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളിവിടെ ഓൺ കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ വ്യൂവേഴ്സിന് ഇവിടെ പോസ്റ്റ് ചെയ്യാൻ പറ്റും. മാത്രമല്ല അത് തന്നെ നമുക്ക് ഹോൾഡ് ചെയ്യണോ വേണ്ടയോ നമ്മുടെ റിവ്യൂ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. നിങ്ങൾക്കത് നോക്കാം. അതിന് തൊട്ട് താഴെ ഹൂ ക്യാൻ പോസ്റ്റ് എന്നുള്ളത്, ഇവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. സബ്സ്ക്രൈബേഴ്സ്, അതായത് നമ്മുടെ ചാനൽ സബ് ചെയ്തവർക്ക് മാത്രമേ ഇവിടെ പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ മുകളിൽ ഓൺ കൊടുത്തു. അപ്പോൾ തൊട്ട് താഴെ ആർക്കൊക്കെ ആർക്കൊക്കെ പോസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. അത് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രം. അത് തന്നെ 2 ഓപ്ഷൻ ഉണ്ട്. മിനിമം സബ്സ്ക്രിപ്ഷൻ ടൈം, അത് 1 ഡേ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ മിനിമം 1 ഡേ നമ്മുടെ ചാനൽ സബ് ചെയ്തിട്ട് 1 ഡേ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. തൊട്ട് താഴെ 1 വീക്ക് എന്നുണ്ട്. അപ്പോൾ 1 വീക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് 1 വീക്ക് ആയിട്ടുണ്ടെങ്കിൽ, ഒരാഴ്ച ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് അവർക്ക് നമ്മുടെ ചാനലിൽ വന്ന് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതാണ് ഈ ഒരു സെറ്റിങ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മളത് കൊടുത്ത് ഓക്കെ കൊടുത്ത് സേവ് കൊടുത്ത് നമ്മൾ ഇത് എനേബിൾ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് സോർട്ട് ചെയ്യാൻ പറ്റും. ടോപ്പ്, ന്യൂവെസ്റ്റ്, മൈ പോസ്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റുകൾ നമുക്ക് സോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനുകളുണ്ട്. അതുപോലെ ഇനി ഇത് എങ്ങനെ, ഇപ്പം നമ്മളൊരു ചാനൽ സബ് ചെയ്യാത്ത ഒരാൾ നമ്മുടെ ചാനലിൽ വന്നിട്ട് ഒരു പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് നോക്കാം. ഇപ്പം എൻ്റെ ഒരു ചാനൽ ഞാനിവിടെ സെലക്ട് ചെയ്യാണ്. വേറൊരു ഐഡിയിൽ നിന്ന്, ചാനൽ സബ് ചെയ്യാത്തൊരു ഐഡിയിൽ നിന്ന് ഞാൻ എൻ്റെ ചാനൽ ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് വിസിറ്റ് കമ്മ്യൂണിറ്റി എടുക്കുന്നു. അങ്ങനെ എൻ്റെ ചാനലിൽ എന്തെങ്കിലും ഒരു കാര്യം പറയണം കമ്മ്യൂണിറ്റി പോസ്റ്റിൽ എന്ന് വിചാരിച്ച് ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യണം. പക്ഷേ ആ ഒരു കാര്യം അവിടെ പറയാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ ഫോർ അറ്റ്ലീസ്റ്റ് 1 ഡേ ടു പോസ്റ്റ്. അതായത് ഒരു ചാനൽ സബ് ചെയ്തിട്ട് ഒരു ദിവസമെങ്കിലും ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ചാനലിൽ അത് ഈ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും എൻ്റെ ചാനൽ സബ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ നിങ്ങളുടെ ചാനലിൽ ആർക്കെങ്കിലും വന്നിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ അവരും സബ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഈ രീതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇനി ഇത് ഡെസ്ക് ടോപ്പിൽ നമുക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ശേഷം കമ്മ്യൂണിറ്റി മോഡറേഷൻ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡിഫോൾട്ട്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് താഴെ കാണാം പോസ്റ്റ് ഇൻ യുവർ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ഓപ്ഷൻസുകളൊക്കെ ഇവിടെ നമുക്ക് വീണ്ടും എഡിറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഡെസ്ക് ടോപ്പ് വേർഷനിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു അപ്ഡേറ്റുമായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.